ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രത്തിൽ തൊഴാൻ പോയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണിത്. സുഭദ്രയെന്ന സന്തതിക്ക് രാഹുദോഷം വേദദോഷങ്ങളും പിടിയൊഴിയണം. പറയിടാനായിട്ട് മഞ്ഞളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മഞ്ഞൾ വെച്ച് ഇവിടെ പറയുണ്ട്. ഇവിടെ ഒരു പാത്രത്തിൽ കുറേ മഞ്ഞൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പറയിടാനായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇത് വെച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്ന ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ടാണ് ഇത് വച്ചിട്ടുള്ളത്. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 6.5 ഏക്കറിലായി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് നാഗരാജ ക്ഷേത്രം. നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണ മഹാവിഷ്ണു ശയിക്കുന്നുവെന്നാണ് വിശ്വാസം. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശേഷൻ്റെ പ്രതിഷ്ഠ. പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിലവറയും തേവാരപ്പുരയുമാണ് പ്രധാന ആരാധനാലയങ്ങൾ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുഴയും നിലവറയും സന്ദർശിക്കുന്ന ആചാരമുണ്ട്. ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കന്നിമാസത്തിലെ വെട്ടിക്കോട്ട് ആയില്യം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ്. ശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്ന കാരണവർ ഈ നാഗരാജ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിൽ കാറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് ഇത്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടതുവശത്തായി ഇങ്ങനൊരു നാഗലിംഗ മരവും നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണിത്. ഞങ്ങൾ ചെന്നപ്പോൾ നിറയെ പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഇതൊരു വലിയ കാകളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് പൂത്തിട്ടേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞെപ്പോഴും നിൽപ്പുണ്ട്. ഒരു പ്രാവശ്യം പോയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ പോകാൻ തോന്നും. നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഈ ക്ഷേത്രത്തിലുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരന്തരീക്ഷമാണ്. നമുക്ക് സമാധാനപരമായിട്ട് പോയി തൊഴുത് വരാൻ സാധിക്കും. ക്ഷേത്രത്തിൽ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളാണിത്. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ടിരിപ്പുണ്ട്. നമ്മളിത് വാങ്ങിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കും. ധർമ്മദൈവങ്ങളായി നാഗങ്ങളെ ആരാധിച്ചു പോരുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തെ ഹൈന്ദവ വിശ്വാസികൾക്കുള്ളത്. നാഗത്തെ ആരാധിക്കുന്ന പാരമ്പര്യത്തിന് തുടക്കമിട്ടത് ആലപ്പുഴയിലെ വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കന്നിമാസത്തിലെ ആയില്യം നാളാണ്. അന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. അനന്തൻ്റെ ജനനവും
പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠ നടത്തിയതും കന്നിമാസത്തിലെ ആയില്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും മറ്റും ഇവിടെ നടക്കുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്സവത്തിനായി ഇവിടെ ആ ദിവസം എത്താറുണ്ട്. ആയില്യം നാളുകാർക്ക് സർപ്പപൂജകളും മറ്റും ഏറെ വിശേഷമായി കരുതുന്ന കന്നിമാസത്തിലെ ആയില്യം നാൾ. നിലവറയും തേവാരപ്പുരയുമാണ് നമ്മളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തൊഴുത് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി എല്ലായിടവും തൊഴുതുകൊണ്ടേയിരിക്കുകയാണ്. ഭക്തജനങ്ങളെല്ലാം ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരമുണ്ട്. സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ 6 ഏക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ സർപ്പക്കാവിൽ നാഗരാജാവും നാഗരമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടുന്നു. നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാവിലെ വൃക്ഷങ്ങളും ഒക്കെ കാണാൻ. നമുക്ക് പേരറിയാത്ത ഒരുപാട് സസ്യലതാദികൾ ഈ കാവിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ നല്ല ഒരു പ്രത്യേക ചൈതന്യമാണ്. ഒരു സൈലൻസ് ഫീൽ ചെയ്യും നമുക്കിവിടെ എല്ലാം. ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി ഒരിക്കൽ കൂടെ വരണം. അങ്ങനെ തന്നെയാണ് ആഗ്രഹം. ഈ കാവിലെ വൃക്ഷങ്ങളും നാഗത്താന്മാരും എന്തൊക്കെയോ മൂകമായി നമ്മളോട് പറയുന്നതായിട്ട് തോന്നാറുണ്ട്. പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വെട്ടിക്കോട് എന്നു പേര് ലഭിച്ചുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതിനാൽ ഈ ക്ഷേത്രത്തിന് ആദിമൂലമെന്നും പേരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ശയനവും വിഷ്ണു സർപ്പവുമായ അനന്തനെ ആദ്യന്തമില്ലാതെ പ്രപഞ്ചത്തിൽ പ്രതീകമായി വാഴ്ത്തപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കായംകുളം അടൂർ റൂട്ടിൽ കാറ്റാനത്ത് 3 കിലോമീറ്റർ അടൂർ ഭാഗത്തേക്ക് പോയാൽ പെട്ടിക്കോട്ട് കവലയായി. അവിടെ നിന്നും 200 മീറ്റർ പോയാൽ പെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രമായി. ഇവിടുത്തെ ഈ കാവൽ നിൽക്കുന്ന ഓരോ മരങ്ങൾക്കുമുണ്ട് ഓരോ ഭംഗി. ഓരോ കഥ പറയുന്ന പോലെ തോന്നും നമുക്ക്. ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് പരശുരാമൻ്റെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടേത്. സ്വയംഭൂവായ ക്ഷേത്രങ്ങളിൽ തുടങ്ങി കാലത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണത്തിനായി സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വരെ കേരളത്തിലെ ക്ഷേത്ര സംസ്കാരത്തെ വ്യത്യസ്തമാക്കുന്നു. ആരാധനയിലും പൂജയിലുമൊക്കെ തികച്ചും വ്യത്യസ്ത പുലർത്തുന്ന ക്ഷേത്രങ്ങളാണ് കേരളത്തിലെ നാഗക്ഷേത്രങ്ങൾ. ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തിറങ്ങി. ഇവിടെ പൂജാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഒരു ബുക്സൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ കടയിലിരിക്കുന്ന അച്ഛനുമായിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ പോരുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിൽ അകത്തു നിന്നും പുറത്തോട്ട് വരികയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ വളരെ ശാന്തവും അനുഗ്രഹീതവുമായ ക്ഷേത്രം നമുക്ക് കാണാം. ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് ഇനിയും വരാം എന്നുള്ള വിശ്വാസത്തിൽ നാഗരാജനെയും നാഗേക്ഷിയമ്മയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോകുന്നു. വീണ്ടും വരും.